Yes, second. Yeah. Hello everyone. Welcome to Rahil's Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ICT, റൈറ്റ്? അപ്പം ICTയുമായി ബന്ധപ്പെട്ടിട്ട് റീസെന്റ് ആയിട്ട് അതിന്റെ സിലബസിൽ വന്നിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട്, ഒരുപാട് എഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ICTയിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോന് ശേഷം ഇതിൽ പറയുന്ന എല്ലാ ടോപ്പിക്സിന്റെയും ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ മുന്നേ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അതിനു മുന്നേ നമ്മുടെ ഒരു അക്കാഡമിയുടെ ഒരു ലേണിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ. നമ്മൾ ആദ്യം നമ്മുടെ ഫൗണ്ടേഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതായത് ഏത് ടോപ്പിക്സിന്റെയും ഫൗണ്ടേഷൻ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താണ്, ഡെയിലി 5 MCQs ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ രണ്ട് കാര്യങ്ങളും, ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല നമ്മുടെ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQസും PYQസും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നോട്ട്സ് PDFs കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോഴ്സിൽ നിങ്ങൾക്ക് എന്താണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഫൈൻ. ഓക്കെ. ഇനി നമുക്ക് ICTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ICT എന്നുള്ള ടോപ്പിക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു ഒരു നാച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാം, റിസർച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പം കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാം. പക്ഷേ ICT എന്ന് പറയുന്നത് എന്താണ്, കൂടുതലും ടെക്നിക്കൽ ടേംസുകളാണ്. ഓക്കെ, അപ്പൊ ഈ ആർട്സ് മേഖലയിൽ വരുന്ന ആളുകളും അതുപോലെ തന്നെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ICT എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു ട്രിക്ക് നിങ്ങൾക്കുള്ളൂ. അതായത് നിങ്ങൾ മാക്സിമം നോട്ട്സുകൾ ഉണ്ടാക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് പേപ്പർ വണ്ണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ട്സ് ഉണ്ടാക്കേണ്ടത് ICT എന്നുള്ള ടോപ്പിക്കിലാണ്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 500+ ഫുൾ ഫോംസുകൾ മാത്രം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിനായിട്ട് നിങ്ങൾ ഒരു സെറ്റ് ഓഫ് A4 ഷീറ്റോ അല്ലെങ്കിൽ ഒരു സെറ്റ് ആയിട്ട് ഇതിന് മാത്രമായിട്ട് നിങ്ങൾ ഒരു സെറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക. മാക്സിമം നോട്ട്സുകൾ നിങ്ങൾ എഴുതുക, ഓരോ ടേംസുകൾ എഴുതുക, അതിന്റെ ഫുൾ ഫോംസ് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ടോപ്പിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യേണ്ടത്. കാരണം ഇത് ടെക്നിക്കൽ ടേംസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം പെട്ടെന്ന് മറന്നു പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ ഒരുപാട് ട്രിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാട്ട് പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരുപാട് ട്രിക്സുകൾ ഉണ്ട്. ഓക്കെ, ഒക്കെ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അതൊക്കെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ICT നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അത് PYQ അനലൈസ് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, PYQ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ടോപ്പിക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക്സ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഓരോ ഭാഗങ്ങൾ, ഓരോ ടോപ്പിക്സുകൾ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ ഇതിനെ മൊത്തത്തിൽ എന്താണ് 6 സെക്ഷൻ ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ ഈസി ആയിട്ടും, അതുപോലെ തന്നെ ഞാൻ ഈ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ കോഴ്സും ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകും. ഓക്കെ, അപ്പൊ സെക്ഷൻ 1 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കുറച്ചും കൂടി ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്, ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് വരുന്നതാണ് എന്ത്, കമ്പ്യൂട്ടർ ജനറേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ഇതിന്റെ ബേസ് ആണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ജനറേഷൻ. നമുക്ക് ടോട്ടല്
ഫൈവ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, വാക്വം ട്യൂബ് മുതൽ പിന്നെ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ IC മൈക്രോ പ്രൊസസ്സേഴ്സ്, അതുപോലെ തന്നെ ഫിഫ്ത്ത് ജനറേഷനോട്ട് വരുമ്പോൾ എന്താണ് നമുക്ക് ഈ പറയുന്ന AI ടെക്നോളജീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ ജനറേഷൻ ടോട്ടൽ 5 ജനറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? 1 to 4 ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കണം. ഫിഫ്ത്ത് ജനറേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? വേറെ തന്നെ ഒരു സെക്ഷൻ ആക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് റീസെന്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, മേ ബി നെക്സ്റ്റ് എക്സാമിന് എന്താ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ചോദിക്കാം. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഓക്കെ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് വാസ്റ്റ് ആയിട്ട് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുമിച്ച് കമ്പ്യൂട്ടർ ജനറേഷനെ കൂടെ പഠിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, IO ഡിവൈസ്. ഇതെന്താണ്? ഒരു എവർഗ്രീൻ ആയിട്ട് ടോപ്പിക് ആണ്. അതായത് കമ്പ്യൂട്ടറിൽ റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ സെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ഡിവൈസുകൾ ഉണ്ട്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡിവൈസുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? LCD. ഓക്കെ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇതിന്റെ ബേസിക്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ തന്നെ OLED ഡിസ്പ്ലേ എന്താണ്? ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് അതിനെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? പ്രിന്റേഴ്സ് ഉണ്ട്. പ്രിന്റേഴ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ ഇമ്പാക്ട് ഉണ്ട്. ഓക്കെ, അത് ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡേൺ പ്രിന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന 3D പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡേൺ ടെക്നോളജി എൻഹാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ പ്രിന്റേഴ്സുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? മോഡേൺ ഹാർഡ്വെയർ ടെക്നോളജീസ്. ഓക്കെ, ഒരുപാട് മോഡേൺ ഹാർഡ്വെയർ ടെക്നോളജീസ് ഉണ്ട്. അതിൽ തന്നെ VDU, അതായത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട് കേട്ടോ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, ഇതിന് ഈ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്? ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻ്റ് കമ്പോണൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ആ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സെക്ഷൻ 1 എന്നുള്ളതിന്റെ ഒക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷൻ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? സെക്ഷനിൽ 1 വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ടോപ്പിക്സുകൾ. കമ്പ്യൂട്ടർ ജനറേഷൻ, അതുപോലെ തന്നെ അതിൽ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, LCD എന്താണ്, OLED എന്താണ്, അതുപോലെ പ്രിന്റേഴ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് ഉണ്ട്, അതെന്ത് നമുക്ക് ഡീറ്റെയിൽ നോക്കണം. അതുപോലെ തന്നെ മോഡേൺ ഹാർഡ്വെയർ ടെക്നോളജീസ് എന്തൊക്കെയാണെന്നോ. ഓക്കെ, സ്പെസിഫിക്കലി VDU പോലുള്ള കാര്യങ്ങൾ. ഇതാണ് എന്ത്? സെക്ഷൻ 1 വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. ഇനി സെക്ഷൻ 2 എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സെക്ഷൻ 2 എന്താണ്? മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ എന്താണ്? ഫസ്റ്റ് എന്താണ് മെമ്മറി, അതുപോലെ തന്നെ റാം എന്താണ്, റോം എന്താണ്. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി, ഓക്കെ, റീഡ് ഓൺലി മെമ്മറി, അങ്ങനെ ഒരുപാട് ഇതിന് ഡിഫറെന്റ് ടൈപ്സുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പം റാമിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് റാമുകൾ ഉണ്ട്, എസ് റാം ഉണ്ട്, അതുപോലെ തന്നെ അതിൽ തന്നെ വരുന്നതാണ് പിന്നെ ഡൈനാമിക് റാം, DRAM ഉണ്ട്. ഓക്കെ, ഇപ്പം റോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോം ഉണ്ട്. ഓക്കെ, അതുപോലെ പ്രോം ഉണ്ട്. ഫൈൻ, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ആട്ടോ. പിന്നെ അതുപോലെ തന്നെ WPROM ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോമുകൾ, അതിന്റെ വർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഓക്കെ, അതിന്റെ കപ്പാസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഭാഗത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മെമ്മറിയിൽ റോമും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ ഒരു സെക്ഷൻ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് മെമ്മറി ഹയറാർക്കി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആട്ടോ. ഇതില്ലാത്ത ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. മെമ്മറി ഹയറാർക്കി, അതായത് മെമ്മറിയുടെ പിന്നെ സ്പീഡ്, അതുപോലെ തന്നെ അതിന്റെ കപ്പാസിറ്റി. ഓക്കെ, മെമ്മറി, അതിന്റെ സ്പീഡ്, കപ്പാസിറ്റി, എക്സ്പെൻസ്, കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ്, ഇതിനെ കൃത്യമായിട്ട് ഒരു ഹയറാർക്കി സ്ട്രക്ചർ ഉണ്ട്. മെമ്മറിയുടെ കൃത്യമായിട്ട് ഒരു ഹയറാർക്കി സ്ട്രക്ചർ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്, നോ വറീസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്, ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഈ പറയുന്ന മെമ്മറി ഹയറാർക്കിയിൽ നമുക്ക് വരുന്ന അതിനൊരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്. ഇത് ഈ രീതിയിൽ പഠിച്ച് അതിനെ കൃത്യമായിട്ടുള്ള ഈ രീതിയിൽ നമ്മൾ ആക്കിയിട്ട് അതിനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഇതിന്റെ ഓരോ ഹയറാർക്കി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? ഒപ്റ്റിക്കൽ ഡിവൈസസ്. ഓക്കെ, അതായത് ഈ ലേസർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ പിന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡിവൈസുകൾ ഒരുപാടുണ്ട്. CD, DVD. ഓക്കെ,
അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ പറയുന്ന ഒപ്റ്റിക്കൽ ഡിവൈസസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെന്താണ് ക്യാഷ് എന്താണ്, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് എന്താണ്. ഓക്കെ, നമ്മുടെ CPU വരുന്ന ഒരു മെമ്മറി യൂണിറ്റ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. മെമ്മറി യൂണിറ്റ് ആണ് ഇൻ CPU. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്, CPU റാമിന്റെ ഇടയിൽ വരുന്ന ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റോറേജ് ആണ് ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാഷിൽ തന്നെ നമുക്ക് എന്തുണ്ട്, L1, L2, L3, L4 എന്ന് പറയുന്ന ഡിഫറെന്റ്, അതിന് കുറച്ച് ഹയറാർക്കി ഉണ്ട് ക്യാഷിൽ വരുന്നത്. ഓക്കെ, സോ ആ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ അതാണ് നമുക്ക് ഈ പറയുന്ന സെക്ഷൻ 2 വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, മെമ്മറി എന്താണ്, റാം എന്താണ്, റോം എന്താണ്, അതിന്റെ ഹയറാർക്കി, ഓക്കെ, ഒപ്റ്റിക്കൽ ഡിവൈസസ്, ക്യാഷ്, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന സെക്ഷൻ 2 വരുന്നത്. ഫൈൻ. ഇനി എന്താണ് സെക്ഷൻ 3 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ നോക്കാനുള്ളത്. ഓക്കെ, അവിടെ തന്നെ നമുക്ക് ഡിഫറെന്റ് എന്താണ് സോഫ്റ്റ്വെയർ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, പിന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് എന്തുണ്ട്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്സുകൾ ഉണ്ട്. ഇപ്പം ജനറൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുണ്ട്. പിന്നെ എന്താണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് മാൽവെയർസ്. ഓക്കെ, വൈറസ് എന്താണ്, ഓക്കെ, വൈറസ് എന്താണ്, ട്രോജൻ എന്താണ്, വേംസ് എന്താണ്, ഇതിൽ ഏതിനൊക്കെയാണ് പിന്നെ ഈ പറയുന്ന ഇതിന്റെ സ്പ്രെഡ്, ഓട്ടോമാറ്റിക് സ്പ്രെഡ് കപ്പാബിലിറ്റി കൂടുതൽ ഏതിനാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, വൈറസ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ട്രോജൻ എന്താണ്, ട്രോജൻ ഹോസ് എന്താണ്, വേംസ് എന്താണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മാൽവെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ വൈറസ് ആണെന്നുണ്ടെങ്കിൽ അത് ഹോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എക്സാമ്പിൾസ് വെച്ച് ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ പൊതുവെ എല്ലാ ക്ലാസ്സുകളും ഏറ്റവും ബേസിക്സ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേ ഞാൻ ക്ലാസ്സുകൾ ചെയ്യാറുള്ളൂ. എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് അതറിയാം. ഓക്കെ, ഫുൾ എക്സാമ്പിൾസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ടെക്നിക്കൽ ടേംസുകൾ ഉണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല, ഇതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും, നോ വറീസ്. അത്രയും ബേസിക്സ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് കമ്പ്യൂട്ടർ മാത്രം അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും, ഇതെന്താണ്, ഇത് ഏതിലാണ് ഫംഗ്ഷൻ ചെയ്യുക, ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ നോ വറീസ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ സെക്ഷൻ 3 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഫൈൻ. പിന്നെ വരുന്നതാണ് എന്ത്, സെക്ഷൻ 4. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ മോഡൽസ് ഉണ്ട്. ഓക്കെ, ട്രാൻസ്മിഷൻ മോഡൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം സെൻഡർ റിസീവർ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ട്രാൻസ്മിഷൻ മോഡൽസ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് എന്താണ് ഡുപ്ലെക്സ്, ഓക്കെ, അതുപോലെ തന്നെ ഹാഫ് ഡുപ്ലെക്സ് ഉണ്ട്, റൈറ്റ്, ഹാഫ് ഡുപ്ലെക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫുൾ ഡുപ്ലെക്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ട്രാൻസ്മിഷൻ മോഡൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് പേജസ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് പേജസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ HTML, ഓക്കെ, സോറി HTTP ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വെബ് പേജസുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസുകൾ ഉണ്ട്. ഇതിന്റെ സെക്യൂർ സിസ്റ്റം, ഓക്കെ, യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്, സെക്യൂർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഓൺലൈൻ സ്കാംസുകൾ, എന്താണ് ഫിഷിംഗ്, എന്താണ് സ്പാമിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതർ ഓൺലൈൻ സ്കാംസുകൾ എന്തൊക്കെയാണ്, ഇപ്പൊ കറന്റ് നടക്കുന്ന ഒരുപാട് ഓൺലൈൻ സ്കാംസുകൾ ഉണ്ട് അല്ലെ, അതൊക്കെ എന്താണ് നമ്മൾ നോക്കുക. ഓക്കെ, പിന്നെ അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്ന ഓൺലൈൻ സ്കാംസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് എന്ത്, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് ഇന്റർനെറ്റ്. ഇതൊക്കെ ഇപ്പൊ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരുപാട് സിലബസ് ആട്ടോ. ഓക്കെ, ഈ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് ഇന്റർനെറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ ആർപ്പാനെറ്റ് US ഉണ്ടായിട്ടുള്ള, ഇഫ് ഐ റിമെമ്പർ 1969 തോന്നുന്നുണ്ട്, യാ, ഫസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റിന്റെ എവല്യൂഷൻ സംഭവിക്കുന്നത് ആർപ്പാനെറ്റ് ഇൻ USA. യാ, അപ്പം ആ ബിഗിനിങ് മുതൽ ഇപ്പൊ കറന്റ്ലി ഉള്ള AI, IoT, ഓക്കെ, ഇതുവരെ എത്തി നിൽക്കുന്ന ഒരുപാട് എവല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഓരോ സ്റ്റേജസ് ഓഫ് എവല്യൂഷൻസ് വിത്ത് ഇയർ, വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ എന്താണ് ഈ ഒരു ഭാഗത്ത് വരാൻ സാധ്യതയുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എവല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് വെബ്സൈറ്റ് എന്താണ്,
അതുപോലെ URL എന്താണ്, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, ഓക്കെ, അത് എന്തിനാണ് നമ്മൾ ഈ ഒരു സെർച്ച് എഞ്ചിൻ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ സ്പെസിഫിക്കാലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് അല്ലെ, പിന്നെ പാന്, ഓക്കെ, വാന്, വൈഡർ ആക്സസ് നെറ്റ്വർക്ക് ഉണ്ട്, ഓക്കെ, പിന്നെന്താണ് മാൻ ഉണ്ട്, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് വെബ് പേജസ് അല്ലെ, വെബ് പേജസ് തന്നെ നമുക്ക് എന്തുണ്ട്, സ്റ്റാറ്റിക് വെബ് പേജസ് ഉണ്ട്, ഡൈനാമിക് വെബ് പേജസ് ഉണ്ട്, അതുപോലെ തന്നെ HTML ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെബ് പേജസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആ ഒരു ഭാഗത്ത് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഗേറ്റ് വേ, എന്താണ് ഫയർവാൾ, ഓക്കെ, നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ സേഫ് ആയിട്ട് വെക്കുന്ന ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് മീഡിയേറ്റേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ഗേറ്റ് വേ, ഫയർവാൾസ്, ഇതൊക്കെ എന്താണ്, ഇത് എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ വർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഓക്കെ, ഡിഫറെന്റ് പ്രോഗ്രാമിംഗ്, പിന്നെ ഡിഫറെന്റ് ടേംസുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഗേറ്റ് വേ, ഫയർവാൾസ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താണ് നമ്പർ സിസ്റ്റം കൺവേർഷൻ, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഓക്കെ, ബൈനറി, അതുപോലെ തന്നെ ബൈനറി, ഹെക്സാഡെസിമൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺവേർഷൻസ് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്പേഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് എന്താണ്, എങ്ങനെ ഇത് ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ്, ICT പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഭാഗമാണ് നമ്പർ സിസ്റ്റം കൺവേർഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിന്റെ കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുക, ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺവേർഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡാറ്റയിൽ തന്നെ നമുക്ക് എന്താണ് ഈ ഇപ്പോൾ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, ഓക്കെ, യൂണിറ്റ് സ്പീഡുകളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് ഉണ്ട് അല്ലെ. ഇപ്പം എന്താണ് ബിറ്റ്, എന്താണ്, ഓക്കെ, അതുപോലെ തന്നെ നിബിൾ എന്താണ്, അതുപോലെ ബൈറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ കിലോ ബൈറ്റ്സ്, ഓക്കെ, കിലോ ബൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഗാ ബൈറ്റ്സ്, ജിഗാ ബൈറ്റ്സ്, ഓക്കെ, പെട്രാബൈറ്റ്സ്, ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൈറ്റ്സുകളെ പറ്റി നമുക്ക് എന്താണ് ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൾട്ടിമീഡിയ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റുകൾ ഉണ്ട് അല്ലെ, ഡോക്ക് എക്സ് ഉണ്ട്, .avi, .rar, ഈ ഡോക്ക് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വേർഡ് ഡോക്യുമെന്റ് ആണ്. .avi ഉണ്ട് അല്ലെ, ഓഡിയോ വീഡിയോ ഫോർമാറ്റ്. റാറ് അർച്ചീവ്ഡ് ആയിട്ടുള്ള ഫയൽസുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ .mp3 എന്താണ്, .mp4 എന്താണ്, .jpg, .png അല്ലെ, .pdf, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഈസി ആട്ടോ, നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് എന്താണ് ഈ കോഡ്, ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ ഒരുപാട് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, ഒരുപാട് സെക്ഷൻസ് നമ്മൾ എഴുതി ഇങ്ങനെ എഴുതി നമ്മളിങ്ങനെ അറിയിക്കണം ഈ ഒരു ഭാഗം. അങ്ങനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. റിവിഷന്റെ സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഡാറ്റ യൂണിറ്റ് സ്പീഡ്, ഇപ്പം KB/s, MB/s, GB/s, ഓക്കെ, അങ്ങനെ ഡാറ്റ യൂണിറ്റ്സും അതിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ സെക്ഷൻ 5 നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന എന്താണ് സെക്ഷൻ 6, ലാസ്റ്റ് സെക്ഷൻ ആണ്. ഇവിടെ എന്താണ് ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് CC/BCC അല്ലെ, കാർബൺ കോപ്പി എന്താണ്, ബ്ലാങ്ക് കാർബൺ കോപ്പി എന്താണ്, അതുപോലെ തന്നെ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ PPT, ഇതിനൊക്കെ ബേസിക്സ് മാത്രം പഠിച്ചാൽ കേട്ടോ. അതുപോലെ തന്നെ എക്സല്, ഓക്കെ, PPT, എക്സല്, വേർഡ്, ഓക്കെ, എക്സലിൽ തന്നെ നമുക്ക് എന്താണ് കുറച്ച് സമ്മിഫ്, ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സലിന്റെ ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അതൊക്കെ എന്താണ് ഈ ഒരു MS ഓഫീസിന്റെ കീഴിൽ വരുന്ന ഈ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, ഈ സെക്ഷൻ 6 എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഓഫ് ടോപ്പിക്സ് ആട്ടോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും നിങ്ങൾ അങ്ങനെ വെറുതെ ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ എഡ്ടെക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ എന്താണ്, നമ്മൾക്ക് ഇതൊക്കെ എന്താണ് ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ആണ്, റൈറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഈസി ആയിട്ട് ടോപ്പിക് ആട്ടോ. പിന്നെ ഇതാണ് കീ പ്ലെയർ, 500+ കോൺസെപ്റ്റുകൾ. അതായത് ഒരു യൂണിറ്റുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഈ ICT എന്നുള്ള ടോപ്പിക്സിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ, ഇപ്പൊ റാം, റോം,
അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എന്താണ് ഒരു 500 ഒരു 600 അറ്റ്ലീസ്റ്റ് 600 കോൺസെപ്റ്റുകൾ മാത്രമേ ഉണ്ട്. ഓക്കെ, അത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ എഴുതി. ഇപ്പൊ നമ്മുടെ കോഴ്സിൽ നമ്മളത് PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു നോട്ട്സ് പോലെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെയൊക്കെ ഫുൾ ഫോം, കോൺസെപ്റ്റ് പ്ലസ് ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ പറയുമ്പം ഓക്കെ 500+ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ അതൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്തിട്ട് മാക്സിമം റിവൈസ് ചെയ്യുക. ചിലപ്പോൾ 500 കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മളത് ഒരുപാട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും റീകോൾ ചെയ്യാൻ പറ്റും. എക്സാമിന്റെ സമയത്ത് എവിടെയെങ്കിലും നമുക്ക് ആ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ കട്ട് ചെയ്യാനെങ്കിൽ പറ്റുന്ന രീതിയിൽ ഒരു നോളജ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റും ഈ 500+ കോൺസെപ്റ്റിൽ. പിന്നെ അതുപോലെ തന്നെ ജനറൽ നോളജ്, ഇതിപ്പോ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ പഠിക്കാൻ പറ്റും. ജനറൽ നോളജ് ഒക്കെ നമുക്ക് എന്താണ്, ഇതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഈ 500+ കോൺസെപ്റ്റ് ജിക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് പഠിക്കാം. പിന്നെ ബാക്കി നമ്മുടെ ലക്ക് പോലെയാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ എത്ര എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെ, കാരണം അത് ഓപ്പൺ ആയിട്ടുള്ള സിലബസ് ആണ്, ക്ലോസ്ഡ് സിലബസ് അല്ല. റൈറ്റ്. അപ്പൊ ഇതാണ് എന്ത് സെക്ഷൻ 6 വരുന്ന ഒരു മിസ്ലിനിയസ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ടോട്ടൽ 6 സെക്ഷൻസ്. അപ്പൊ ഇതാണ് ഈ രീതിയിലാണ് റാൻഡം ആയിട്ടുള്ള വളരെ ഫിക്സ്ഡ് ആയിട്ട് ഒരു കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലൊക്കെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇത് ഓൾമോസ്റ്റ് സിലബസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കാണുന്ന ഏതെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ്, ഫൗണ്ടേഷൻ വീഡിയോസ് മൊത്തം നമ്മൾ യൂട്യൂബിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എല്ലാവർക്കും ആക്സസ് ചെയ്യണം. ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ മൊത്തം നമ്മൾ ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള MCQസും ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പേപ്പർ 1 മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റൈൽസ് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ആൻഡ് എവറിത്തിങ്, സോറി കോൺസെപ്റ്റ് അല്ല, ദ സിലബസ് ഈസ് എൻറ്റയർലി ക്ലിയർ ആൻഡ് കൺസൈസ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ മുതൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, യൂട്യൂബിൽ കവർ ചെയ്യുന്നതായിരിക്കും. യാ, so that's all about today's session. So we'll see you on the next session. Till then, bye and thanks everyone.